കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബഹാവൽപൂർ നഗരത്തിലെ സുരക്ഷിത താവളങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ പാക് അധീന കശ്മീരിലെ തന്ത്രപ്രധാനമായ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ കണ്ടതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ വീക്ഷിക്കുന്നത്. സാധാരണ തന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നും 1000 കിലോമീറ്ററിലധികം അകലെ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു തന്ത്രപ്രധാന മേഖലയിലേക്ക് ഒരു ഭീകരന്റെ നീക്കം എന്നത് വെറും ഒരു യാദൃശ്ചികമല്ല. ഇത് പാകിസ്ഥാന്റെ പുതിയ ഭീകരവാദ തന്ത്രങ്ങളുടെ സൂചനയാകാം എന്ന നിരീക്ഷണമാണ് സുരക്ഷാ വിദഗ്ധർ പങ്കുവെക്കുന്നത്. ഇന്ത്യൻ സൈനിക താവളങ്ങൾ, പാർലമെന്റ്, പുൽവാമ തുടങ്ങിയ ആക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ എന്ന നിലയിൽ അസ്ഹറിന്റെ ഓരോ നീക്കവും ഇന്ത്യക്ക് നിർണായകമാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടുകളുടെ പ്രാധാന്യവും അതിന്റെ പിന്നാമ്പുറങ്ങളും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിക ഭീകരവാദ ലോകത്തെ ഏറ്റവും അപകടകാരികളായ വ്യക്തികളിൽ ഒരാളാണ് മസൂദ് അസ്ഹർ. 1968 പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ജനിച്ച അസ്ഹർ ചെറുപ്പത്തിൽ തന്നെ ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി. ഹർകത്തുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുടെ പ്രമുഖ അംഗമായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ജമ്മു കശ്മീർ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതിനിടെ 1994 ഇന്ത്യയിൽ വെച്ച് അറസ്റ്റിലായി. അസ്ഹറിന്റെ അറസ്റ്റ് ഹൽക്കത്തൂർ മുജാഹിദിന് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ 1999 കാണ്ഡഹാറിലേക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനം മോചിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നു. തടവിൽ കഴിഞ്ഞിരുന്ന അസ്ഹറിനെ ഉൾപ്പെടെ 3 ഭീകരരെ മോചിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി. ഇന്ത്യൻ മണ്ണിൽ നിന്നും മോചിതനായി പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ അസ്ഹർ പിന്നീട് നടത്തിയ പ്രസംഗങ്ങളിൽ കശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിശുദ്ധ യുദ്ധം നടത്താൻ ആഹ്വാനം ചെയ്തു. ഈ പ്രസംഗങ്ങളുടെ തരംഗം മുതലെടുത്ത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സഹായത്തോടെ അദ്ദേഹം ജെയ്ഷെ മുഹമ്മദ് എന്ന പുതിയ ഭീകര സംഘടനയ്ക്ക് രൂപം നൽകി. മുഹമ്മദിന്റെ സൈന്യം എന്ന അർത്ഥം വരുന്ന ഈ സംഘടന ജമ്മു കാശ്മീരിലെയും മറ്റ് ഇന്ത്യൻ ഭാഗങ്ങളിലെയും സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ചാവേർ ആക്രമണങ്ങൾ നടത്തി. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണം, 2019 40-ലധികം സൈനികർ കൊല്ലപ്പെട്ട പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദും മസൂദ് അസ്ഹറുമായിരുന്നു. ഇയാളെ ഒരു ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെടണമെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചൈനയുടെ വീറ്റോ കാരണം അത് വൈകുകയായിരുന്നു. ഒടുവിൽ 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ശക്തമായ സമ്മർദ്ദമുയർന്നപ്പോൾ ഐക്യരാഷ്ട്രസഭ അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. സാധാരണയായി ബഹാവൽപൂരിലെ തന്റെ ശക്തമായ സുരക്ഷാ വലയത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടാറുള്ള അസ്ഹറിന്റെ ഈ പുതിയ നീക്കം സുരക്ഷാ ഏജൻസികൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലെ സ്കാഡുവിലെ സത്പാര റോഡ് പ്രദേശത്ത് ചുറ്റും അസ്ഹറിനെ കണ്ടതായാണ് റിപ്പോർട്ടുകൾ. ഈ പ്രദേശം നിരവധി മദ്രസകളും സർക്കാർ അതിഥി മന്ദിരങ്ങളും ഉള്ളതിനാൽ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഈ തന്ത്രപരമായ മാറ്റം? ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമതായി, ബഹാവൽപൂരിലെ താവളങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരന്തര നിരീക്ഷണത്തിലാണ്. മസൂദ് അസ്ഹർ അവിടെ ഉണ്ടെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരം ആരോപിക്കുകയും പാകിസ്ഥാനിൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയൊരു സുരക്ഷിത താവളം കണ്ടെത്തുന്നത് പാക് സൈന്യത്തിനും ISIക്കും ആവശ്യമായി വന്നേക്കാം. ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മലനിരകളാലും ദുർഘടമായ ഭൂപ്രദേശങ്ങളാലും ചുറ്റപ്പെട്ടതിനാൽ ഈ മേഖലയിൽ ഭീകരർക്ക് ഒളിച്ചു താമസിക്കാൻ എളുപ്പമാണ്. രണ്ടാമതായി, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നത് ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിലൂടെയാണ്. ഈ മേഖലയിൽ ചൈനയ്ക്ക് തന്ത്രപരമായ താൽപ്പര്യങ്ങളുണ്ട്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചൈനയുമായുള്ള സംയുക്ത പദ്ധതികൾക്ക് സുരക്ഷയൊരുക്കാൻ എന്ന വ്യാജേന പാകിസ്ഥാന് കൂടുതൽ സൈനിക ഇടപെടലുകൾ നടത്താനും ഭീകരവാദ ഗ്രൂപ്പുകളെ ചൈനയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനും സാധിക്കും. ഈ മേഖലയിലെ ഭീകരവാദത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ തന്ത്രപരമായ ലക്ഷ്യമായിരിക്കാം. മൂന്നാമതായി, പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി അടുത്തിടെ അസ്ഹർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി പാകിസ്ഥാന്റെ ബന്ധം അത്ര നല്ലതല്ലാത്ത സാഹചര്യത്തിൽ അസ്ഹറിനെ പോലെയുള്ള ഒരു ഭീകരൻ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചു താമസിക്കുന്നുവെന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു മറയായി ഉപയോഗിക്കാനുള്ള ശ്രമമായിരിക്കാം. എന്നാൽ അസ്ഹറിനെ പാകിസ്ഥാനിൽ തന്നെ കണ്ടതായി റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാട്ടുന്നത്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും ഭീകരവാദത്തിനെതിരാണെന്ന് ലോകത്തോട് പറയുന്നുണ്ടെങ്കിലും സൈന്യത്തിന്റെയും ചാരസംഘടനയുടെയും സഹായത്തോടെ ഈ ഗ്രൂപ്പുകൾക്ക് സംരക്ഷണം നൽകുന്നത് ഒരു തുറന്ന രഹസ്യമാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതും ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഈ പശ്ചാത്തലത്തിലാണ്. എന്നാൽ പാകിസ്ഥാൻ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. അസ്ഹറിനെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇയാളെ പാകിസ്ഥാനിൽ തന്നെ കണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നത്. ഇത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്.
രാഷ്ട്രീയക്കാർ അന്താരാഷ്ട്ര സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ പ്രസ്താവനകൾ നടത്തുമ്പോൾ സൈന്യം അവരുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കായി ഭീകരരെ ഉപയോഗിക്കുന്നത് തുടരുന്നത്. മസൂദ് അസ്ഹറിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ദീർഘകാലമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അസ്ഹർ തന്റെ ബഹാവൽപൂർ താവളത്തിൽ തന്നെ തുടരുന്നുവെന്ന് വരുത്തി തീർക്കാൻ ജെയ്ഷയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പഴയ ഓഡിയോ ക്ലിപ്പുകൾ പുനരുപയോഗിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഇത് ഇന്ത്യൻ ഏജൻസികളെ വഴിതെറ്റിക്കാനുള്ള തന്ത്രമായിരുന്നു. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം നിരീക്ഷണത്തിലായിരുന്നു. അസ്ഹറിന്റെ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലേക്കുള്ള ഈ നീക്കം ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കശ്മീർ മേഖലയിലെ ഭീകരാക്രമണങ്ങൾക്കും നുഴഞ്ഞുകയറ്റങ്ങൾക്കും ഊർജം പകരാൻ ഇത് ഇടയാക്കിയേക്കാം. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കാനും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഇന്ത്യ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും.